ശ്രീഗണാധിപനാഥാ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നു ഞാൻ ഗണനാഥ. ശ്രീഗണാധിപനാഥാ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നു ഞാൻ ഗണനാഥ. ഇത് കുട്ടിക്കാലത്തെല്ലാം സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ചൊല്ലിയിരുന്ന കീർത്തനമാണ്. കഴിഞ്ഞ വീഡിയോയിലും കുറേ കാര്യങ്ങൾ ഗണപതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ അതുകൂടി ഒന്ന് കേട്ടാൽ വിശദമായി അറിയാനാകും. എന്തുകൊണ്ടാണ് ഗണേശ ചതുർത്ഥിക്ക് കളിമണ്ണ് കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അതിനുശേഷം പൂജകളെല്ലാം ചെയ്തതിനു ശേഷം നിമജ്ജനം ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നുമാണ് ഞാനിന്ന് പറയുന്നത്. അസുരന്മാരുടെ പ്രവൃത്തികൾ ദേവന്മാരെ വല്ലാതെ കഷ്ടത്തിലാക്കി. അവർ വളരെയധികം പൊറുതിമുട്ടി. എന്തു ചെയ്യണമെന്നറിയാതെ ദേവകളെല്ലാവരും ചേർന്ന് കൈലാസത്തിലെത്തി. അവർ പാർവതി ദേവിയോട് അവരുടെ സങ്കടം പറഞ്ഞു. പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ച് പൂജ ചെയ്തു. അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. നിഗ്രഹത്തിനു മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യന്മാരിൽ അവർ അറിയാതെ ജീവിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചുവെന്നും അതിനു ഗണേശ ഭഗവാൻ അനുവദിച്ചു എന്നും. എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിൽ ഉണ്ടാക്കി പൂജ ചെയ്യുന്നുവോ അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണം എന്നും ഒരു നിബന്ധന വെച്ചു. ആയതിനാൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ചു പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യം സിദ്ധിക്കും എന്നാണ് വിശ്വാസം. അതായത് മനുഷ്യന്മാരിൽ ഓരോരുത്തരിലും അസുരന്മാരുണ്ട്. ആ അസുരന്മാരെ വർഷാവർഷം ഗണപതി പൂജ ചെയ്ത് കളയുന്ന ഒരു രീതിയാണിത്. പിന്നെ മറ്റൊരു വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസനാൽ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുത്തു തുടർന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്ക് പടർന്നു. അത് വൃത്തിയാക്കാനായി 10ാം ദിവസം ഭഗവാൻ സരസ്വതി നദിയിൽ കുളിച്ചു. ഈ ദിവസം അനന്ത ചതുർദശി ആയിരുന്നു. ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും നടത്തുന്നത് എന്നും പറയപ്പെടുന്നു. മുംബൈയിൽ മാത്രം പ്രതിവർഷം 1,50,000-ൽ പരം പ്രതിമകൾ നിമജ്ജനം ചെയ്യപ്പെടാറുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതായി പറയുന്നത് ഗണപതി ഭഗവാന്റെ 32 തരത്തിലുള്ള ഭാവങ്ങളെക്കുറിച്ചാണ്. ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ബാലഗണപതി. അരുണവർണ്ണമാണ് നിറം. കുട്ടികളുടേതുമാതിരി മുഖഭാവമുള്ളതാണ്. കൈകളിൽ പഴം, മാമ്പഴം, കരിക്ക് എന്നിവ കാണാം. ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. തരുണ ഗണപതി. അരുണവർണ്ണമാണ് നിറം. യുവത്വം തുളുമ്പുന്ന ഭാവത്തോടു കൂടിയതാണ്. 8 കൈകളാണ് ഈ ഗണപതിക്ക് ഉള്ളത്. ഭക്തി ഗണപതി. ശുഭ്രവർണ്ണമാണ് നിറം. പൂർണ്ണചന്ദ്രന്റെ തിളക്കത്തോടെയുള്ള മുഖഭാവം. കൈകളിൽ മാമ്പഴം, നാളികേരം, പായസം എന്നിവയുണ്ട്. വീരഗണപതി. അരുണവർണ്ണമാണ് നിറം. ഒരു യോദ്ധാവിൻ്റെ ഭാവമാണ്. 16 കൈകളോടു കൂടിയതും എല്ലാ കൈകളിലും ആയുധം ഉണ്ട്. യുദ്ധത്തിനു പുറപ്പെട്ടു നിൽക്കുന്ന ഉഗ്രമൂർത്തിയായിട്ടാണ് ഈ ഗണപതി ഉള്ളത്. ശക്തി ഗണപതി. സിന്ദൂരവർണ്ണമാണ് നിറം. ദുർബലരെ രക്ഷിക്കുന്ന ഭാവമാണുള്ളത്. 4 കൈകളോടെ ഇരിക്കുന്ന രൂപമാണ്. പച്ചവർണ്ണമുള്ള ശക്തിയെ ആലിംഗനം ചെയ്തിരിക്കുന്നു. ദ്വിജഗണപതി. 3 ശിരസ്സോടുകൂടിയ ഗണപതിയാണ്. കൈകളിൽ ഓലയും കൂജയും ജപമണികളും കാണാം. സിദ്ധി ഗണപതി. സ്വർണ്ണവർണ്ണത്തോടുകൂടിയ നിറമാണുള്ളത്. എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതിയാണ്.
കഴിവുകൾ ഉണ്ടാവാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഭക്തന്മാർക്ക് ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നു. ഉച്ഛിഷ്ട ഗണപതി നീല നിറമാണുള്ളത്. സംസ്കാരത്തിൻ്റെ കാവൽക്കാരനാണ് ഈ ഗണപതി. തുമ്പിക്കൈയിൽ മാതളം, നീലത്താമര, കതിര്, ജപമാല, വീണ എന്നിവ കാണാം. വിഘ്നഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതിയാണിത്. 10 ഭുജങ്ങളാണ് ഉള്ളത്. ക്ഷിപ്രഗണപതി രക്തവർണവും 4 കൈകളുമാണുള്ളത്. ഉഗ്രമൂർത്തിയാണ്. വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതിയാണ്. തുമ്പിക്കൈയിൽ ഒരു കുടം നിറയെ അമൂല്യ രത്നങ്ങളുണ്ട്. ക്ഷിപ്രപ്രസാദ ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ്. കുശപ്പുല്ല് അഥവാ ദർഭ കൊണ്ടുള്ള സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ലക്ഷ്മി ഗണപതി സ്വർണവർണ്ണമാണ്. 8 കൈകളാണുള്ളത്. തത്ത, മാതളം, മാണിക്യകുംഭം, അങ്കുശം, പാശം, കൽപ്പലത, ഖഡ്ഗം, വരം എന്നിവയാണ് ഓരോ കൈകളിലും ഉള്ളത്. ഒരു കൈ ലക്ഷ്മിയെ ചുറ്റിയിരിക്കുന്നു. മാണിക്യകുംഭം തുമ്പിക്കൈയിലുണ്ട്. ലക്ഷ്മി ദേവിക്ക് 2 കൈകളും ഒരു കൈയിൽ താമരയുമാണുള്ളത്. മഹാഗണപതി അരുണവർണ്ണമാണ് നിറം. ശിരസിൽ ചന്ദ്രക്കല, തൃക്കണ്ണുകളുണ്ട്. 10 കൈകളിൽ മാതളം, ഗദ, കരിമ്പ്, ചക്രം, പാശം, നീലത്താമര, കതിര്, മുറിഞ്ഞ കൊമ്പ്, രത്നകലശം. ശേഷിച്ച കൈ ലക്ഷ്മിയെ ചുറ്റിയിരിക്കുന്നു. ലക്ഷ്മിയുടെ ഒരു കൈയിൽ താമരയുമുണ്ട്. വരഗണപതി ചുവന്ന നിറം, 3 കണ്ണുകൾ, ചന്ദ്രക്കല, 4 കൈകൾ, പാശം, അങ്കുശം, വരദം. മറുകൈ പുഷ്ടിദേവിയെ ചുറ്റുന്നു. ദേവിയുടെ കയ്യിൽ കൊടിയുണ്ട്. ഹരിദ്രാഗണപതി മഞ്ഞ നിറമാണ്. 4 കൈകൾ, പാശം, അങ്കുശം, മോദകം, ദന്തം. ഒരു പീഠത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ്. വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടുള്ള മുഖഭാവം ഈ ഗണപതിക്കുണ്ട്. നൃത്തഗണപതി നൃത്തരൂപത്തിലാണ് ഈ ഗണപതിയുള്ളത്. 4 കൈകളും ഈ ഗണപതിയുടെ വിരലുകളിൽ മോതിരങ്ങളും കാണാം. കലകളുടെ നാഥനായിട്ടാണ് ഈ ഗണപതിയെ കാണുന്നത്. ഊർധ്വ ഗണപതി 6 കൈകളിൽ നെൽക്കതിർ, താമര, കരിമ്പ് എന്നിവ കാണാം. ഏകാക്ഷര ഗണപതി തൃക്കണ്ണുള്ള ഗണപതിയാണിത്. താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത്. വരദ ഗണപതി ഈ ഗണപതിയുടെ കയ്യിൽ തേനാണുള്ളത്. വരങ്ങൾ നൽകാൻ പ്രാപ്തനാണ്. ഏകദന്ത ഗണപതി ഈ ഗണപതി നീല നിറത്തോടു കൂടിയതാണ്. ലഡ്ഡുവാണ് പ്രസാദം. ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന 10 കൈകളോടുകൂടിയ ഗണപതിയാണിത്. ഋണമോചന ഗണപതി കടത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഈ ഗണപതി. ധുണ്ഡി ഗണപതി കയ്യിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്കുള്ളത്. ത്രയാക്ഷര ഗണപതി ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവും ഉണ്ട്. ദ്വിമുഖ ഗണപതി 2 മുഖങ്ങളാണ് ഉള്ളത്. എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിലാണുള്ളത്. ത്രിമുഖ ഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം. 3 മുഖങ്ങളുണ്ട്. സിംഹ ഗണപതി ഈ ഗണപതി ധീരതയെയാണ് സൂചിപ്പിക്കുന്നത്. യോഗ ഗണപതി യോഗമുദ്രയിൽ ഇരിക്കുന്ന ഭാവമാണ്. ധ്യാന നിമഗ്നനായിട്ടാണ് ഇരിക്കുന്നത്. ഹേരംബ ഗണപതി 5 മുഖങ്ങളുള്ള ഗണപതിയാണിത്. വെളുത്ത നിറമാണ്. ബലഹീനരുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത്. ഒരു വലിയ സിംഹത്തിൻ്റെ മുകളിലാണ് സവാരി. സങ്കടഹര ഗണപതി എല്ലാ ദുഃഖവും നശിപ്പിക്കുന്ന ഗണപതിയാണിത്. പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാന ദിവസമാണ്. അന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ഗണപതി ഭഗവാന്റെ ഓരോ ഭാവത്തിനും ഓരോ ഫലസിദ്ധിയാണ് വിധി. ബാലഗണപതിയെ ദർശിക്കുന്നത് അഭീഷ്ടസിദ്ധിക്കാണ്. വീരഗണപതി ശത്രുനാശം വരുത്തും. കച്ചവടത്തിലെ വിജയത്തിനായി ഉച്ഛിഷ്ട ഗണപതി ദർശനം നടത്തുന്നത് ഉത്തമം. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി ഗണപതി ദർശനം. സർവാഭീഷ്ട സിദ്ധിയാണ് മഹാഗണപതി ദർശന ഫലം. നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഹരിദ്രാ ഗണപതിയെ ദർശിക്കണം. ദുഃഖമോചനത്തിന് സങ്കടഹര ഗണപതി ദർശനം. കടം മാറുന്നതിന് ഋണമോചന ഗണപതിയെ പ്രാർത്ഥിക്കാം. ആഗ്രഹ സാഫല്യത്തിന് സിദ്ധി ഗണപതിയെയും ഐശ്വര്യത്തിന് ക്ഷിപ്ര ഗണപതിയെയും വിഘ്ന നിവാരണത്തിന് വിഘ്ന ഗണപതിയെയും
ലക്ഷ്യപ്രാപ്തിക്ക് വിജയഗണപതിയെയും ദർശിക്കുന്നത് ഫലം ചെയ്യും. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.